അപ്പോൾ ഈ ഒരു പനീർ സബ്ജി അല്ലെങ്കിൽ പനീർ മസാല എന്ത് വേണേലും പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പനീർ കറി കാണുമ്പോൾ തന്നെ തോന്നില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. പൂരിക്കും ചപ്പാത്തിക്കൊപ്പമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, ഒറിജിനലായിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറാണ്. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വല്ലാത്തൊരു ടെംപ്റ്റേഷനാണ് കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പനീർ കറിയാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ബട്ടർ നന്നായി മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. നോർത്ത് ഇന്ത്യൻസ് പൊതുവേ അങ്ങനെ തന്നെയാണ് കേട്ടോ. മിക്ക കറികളിലും കടുക് പൊട്ടിക്കുന്നതിന് പകരം ജീരകമാണ് കേട്ടോ മൂപ്പിക്കുക. അപ്പോൾ ഇതേ ആദ്യം തന്നെ ജീരകം ബട്ടർ ചൂടായി വരുമ്പം ജീരകം മൂപ്പിക്കുന്നുണ്ട്. ഇനി ബട്ടർ വേണ്ടെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ബട്ടറിലാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പം നമ്മുടെ ജീരകം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയ സമയത്ത് ഇത് ഞാൻ 2 വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഗ്രേവി നമുക്ക് ഈ സവാളയാണ് ഗ്രേവി ആയിട്ട് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സവാള തന്നെ 2 എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം പൊടിയായി അരിഞ്ഞെടുത്ത് നല്ല ബ്രൗൺ നിറായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ നിറായി കിട്ടണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഉള്ളി ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടി ചേർത്ത് കൊടുത്ത് പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പൊടിയൊക്കെ മൂപ്പിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അല്ലാത്തവർ നന്നായിട്ടൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് ചൂടാക്കി കൊടുക്കണേ. ഇനിയിപ്പോൾ ഇത് 2 വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. തക്കാളി ഉള്ളിയാണ് ഇതിൻ്റെ ഗ്രേവി. അതുകൊണ്ട് തന്നെ തക്കാളി ഞാൻ വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതെന്ത് ചെയ്യുന്നുണ്ട്, കുക്കർ വിസിലൊന്നും ഇട്ടിട്ട് 2-3 വിസിലടുപ്പിക്കുന്നുണ്ട്. കാരണം നല്ല ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ടോ, നല്ല കുറുകിയ ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് വിസിലടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് ഞാനിപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ബട്ടറിന് ഉപ്പുള്ളതാണ്. പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വിസിലിട്ട് കൊടുത്തു. ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഞാൻ വരുത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വിസിലൊക്കെ വന്ന് ഞാൻ പ്രഷർ പോകാൻ വേണ്ടി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ നേരം കൊണ്ട് പ്രഷർ പോകുന്ന ആ നേരം കൊണ്ട് നമുക്ക് ഈ ക്യാപ്സിക്കും നമ്മുടെ പനീറും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ഇതിനകത്ത് ചേർക്കുന്നത് അതാണ്, ക്യാപ്സിക്കും പനീറും. പിന്നെ ഉള്ളിയും തക്കാളി നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേ ക്യാപ്സിക്കം ഞാൻ 3 കളറിലുള്ളതാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളത് പോലെ ചേർത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ 3 കളറിലുള്ളതും ചേർത്തു എന്ന് മാത്രം. ഞാൻ റെഡ്, യെല്ലോ, ഗ്രീന് 3 എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഞാൻ ഒരു പകുതി 3ഉം പകുതിയാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 3ൻ്റെയും പകുതി. അപ്പോൾ അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നമ്മുടെ പനീറും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പനീറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി ഒന്ന് കളറൊക്കെ മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ചെറുതായിട്ട് ബട്ടറിൽ തന്നെയാണ് കേട്ടോ ഞാൻ മൂപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ബട്ടർ ഇടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബട്ടറിനകത്തേക്ക് ഇത് നമ്മുടെ പനീറിൻ്റെയൊക്കെ കളറൊക്കെ കണ്ടോ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ പനീറൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, പനീറൊക്കെ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ഗ്രേവിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായ പണിയൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഗ്രേവിയൊക്കെ നന്നായി കുറുകി പാകമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ പനീറും കൂടെ ഇട്ടിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. പനീറിലൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ 2 മിനിറ്റും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രേവിയൊക്കെ നന്നായിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കുക്കർ വിസിലടുപ്പിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മുടെ വഴറ്റി വെച്ച നമ്മുടെ പനീറും ക്യാപ്സിക്കും ചേർന്നിട്ടുള്ള മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കറികൾക്ക് ഈ ക്യാപ്സിക്കം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്സിക്കം തന്നെ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കോളിഫ്ലവർ അങ്ങനെയുള്ള പൊട്ടറ്റോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഞാനിപ്പം ഈ ഒരു ഇത് മാത്രമായിട്ട് പനീറും ക്യാപ്സിക്കവും മാത്രമായിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ അതൊക്കെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. 2 മിനിറ്റ് നമുക്കിനി പനീറിലും കൂടെ ഒന്ന് മസാല ഈ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഇങ്ങനെയുള്ള കറികളിലൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കസൂരി മേത്തി. അപ്പോൾ അത് തീർച്ചയായും ഇട്ട് കൊടുക്കാൻ നോക്കുക. അതിപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ നാട്ടിൽ കിട്ടുന്നില്ലെങ്കിലും ഓൺലൈനിലൊക്കെ നല്ലോണം അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് 2 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് വാങ്ങാൻ ആവുന്നതേ ഉള്ളൂ. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കൊതിയാവും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതേ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ വെളിച്ചം ഇതിൽ കാണുന്ന ഈ ഗ്രേവി ഇതിൽ കാണുന്നത് പോലെയല്ല കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായിട്ട് നല്ല കുറുകിയ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറാണ് കേട്ടോ. കഴിക്കാൻ അത്രയ്ക്ക് നമുക്ക് ടെംപ്റ്റിങ് ആയിട്ടുള്ളൊരു കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇങ്ങനെ കാണിച്ച് തരുമ്പോൾ ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പൂരിക്കും ചപ്പാത്തിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ. 3 വിസിലടിക്കണം എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പണിയുള്ളത്, വേറെ ഒന്നുമില്ലല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളിയുള്ള പനീർ ക്യാപ്സിക്കം മസാല കേട്ടോ. എന്ത് വേണേലും പറയാം, അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. പൂരിക്കും ചപ്പാത്തിക്കും അപ്പം ബെസ്റ്റാണ്. അപ്പം കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഒറിജിനലായിട്ടുള്ളത്. ഇത് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.